അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ അടുത്ത പരീക്ഷ ഖുർആൻ, ഹിഫ്ള്, തദ്രീബു തിലാവ എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഏതെല്ലാം സൂറത്തുകളാണ് ഹിഫ്ള് ചെയ്യേണ്ടത്? നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച സൂറത്തുൽ ളുഹ, വല്ലുഹ എന്നുള്ള സൂറത്ത് മുതൽ സൂറത്തുൻ നാസ് വരെയും, അതിനു പുറമെ സൂറത്തുൽ ബയ്യിന ലം യകുനിൽ ലദീന കഫറു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബയ്യിനയും, സൂറത്തുൽ അലഖ് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന സൂറത്തുൽ അലഖും, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ള സൂറത്തുൽ അഅലയും, ഇത്രയും സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിൽ നിന്നും വിദ്യാർത്ഥികൾ കാണാതെ പഠിച്ചിരിക്കേണ്ടത്. ഇനി ഏതെല്ലാം സൂറത്തുകളാണ് ഓതി പരിശീലിക്കേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത് തദ്രീബു തിലാവയുടെ ഓരോ പാഠങ്ങളിലായി QR കോഡ് സഹിതം തന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അതെല്ലാം മനസ്സിലാക്കി അത്രയും സൂറത്തുകൾ ഓതി പരിശീലിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഖുർആനിന്റെയും തദ്രീബു തിലാവയുടെയും ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഖുർആൻ 30 മാർക്കിനും തദ്രീബു തിലാവ 20 മാർക്കിനും എന്ന രൂപത്തിലാണ് ഈ ചോദ്യ പേപ്പർ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യം: കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മുസഹഫിൽ നോക്കി ഓദിക്കാം. സൂറത്തുൻ നംലിൽ നിന്ന് 6-7 ആയത്തുകൾ വ ഇന്നക ലതുലഖാ എന്നത് മുതൽ തസ്തലൂൻ വരെ ഓതുകയാണ് വേണ്ടത്. ഇവിടെ നമുക്ക് ഏത് ആയത്തുകളാണ് ഓതാൻ കിട്ടുന്നത് എങ്കിലും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഓതുന്ന സമയത്ത് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാതെ നമ്മൾ പാരായണം ചെയ്യണം. അതുപോലെ നമ്മൾ തദ്രീബു തിലാവയിൽ പഠിച്ച പാഠഭാഗങ്ങൾ, തദ്രീബു തിലാവയിൽ പ്രധാനമായും നമ്മൾ പഠിച്ചത് സാക്കിനായ മീമിന്റെ വിധികൾ, ഇദ്ഗാം എന്താണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇഖ്ഫാ എന്താണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇൽഹാർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. കൽക്കലത്തിന്റെ ഹർഫുകൾ ഏതാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇസ്തിഅലാന്റെ ഹർഫുകൾ ഏതാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തദ്രീബു തിലാവയിൽ പഠിച്ച ഭാഗങ്ങളൊക്കെ നിർബന്ധമായും നമുക്ക് ഏത് ആയത്താണോ ഓതാൻ കിട്ടുന്നത് ആ ഓതുന്ന സമയത്ത് അതെല്ലാം ഇവിടെ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ ശ്രദ്ധിച്ച് ഓതുമ്പോഴാണ് നമുക്ക് പരിപൂർണമായ രൂപത്തിൽ മാർക്ക് വാങ്ങാൻ സാധിക്കുക. ഇസ്തിഅലാന്റെ അക്ഷരത്തിന്റെ ഉച്ചാരണത്തിന് 3 മാർക്കുണ്ട്. അതുപോലെ സാക്കിനായ മീമിന്റെ ഇദ്ഗാം ചെയ്യുകയാണെങ്കിൽ 3 മാർക്ക്, സാക്കിനായ മീമിന്റെ ഇഖ്ഫാഇന് 3 മാർക്ക്, സാക്കിനായ മീമിന്റെ ഇൽഹാറിന് 3 മാർക്ക്. അപ്പോൾ നമ്മൾ തദ്രീബു തിലാവയിൽ പഠിച്ച ആ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചാണ് നമുക്ക് ലഭിക്കുന്ന ആയത്തുകൾ നമ്മൾ ഓതുന്നത് എങ്കിൽ ഫുൾ മാർക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ ഏതെല്ലാമാണോ നമുക്ക് നഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് മാർക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാതെ നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അതിന് 18 മാർക്കും ലഭിക്കുന്നു. ഇങ്ങനെ വളരെ ശ്രദ്ധയോടെയാണ് വിദ്യാർത്ഥികൾ പാരായണം ചെയ്യേണ്ടത്. ഇനി തദ്രീബു തിലാവയുടെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ശരി അടയാളപ്പെടുത്താം സാക്കിനായ മീമിന്റെ വിധികൾ. നമ്മൾ തദ്രീബു തിലാവയിൽ ആദ്യത്തെ 2 പാഠങ്ങളിൽ പഠിച്ചത് സാക്കിനായ മീമിന്റെ വിധികളായിരുന്നു. സാക്കിനായ മീം എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീം. സുക്കൂനുള്ള മീം വന്നാൽ 3 നിയമങ്ങളാണുള്ളത്. ഒന്നാമത്തത് ഇദ്ഗാം. സാക്കിനായ മീമിന് ശേഷം ഹർക്കത്തുള്ളൊരു മീമ് വന്നാൽ സാക്കിനായ മീമിന് ഹർക്കത്തുള്ള മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉന്നത്ത് ചെയ്ത് മണിച്ചുകൊണ്ട് ഓതുകയാണ് വേണ്ടത്. അതിനാണ് ഇദ്ഗാമുൻ ബി ഉന്ന എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇഖ്ഫാ ആയിരുന്നു. സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ നമ്മൾ അവിടെ മീമിനെ അവ്യക്തമാക്കി മണിച്ച് ഓതുകയാണ് വേണ്ടത്. അതിനാണ് ഇഖ്ഫാ എന്ന് പറയുന്നത്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ സാക്കിനായ മീമിന് ശേഷം മീമോ ബാओ അല്ലാത്ത മറ്റ് ഏതക്ഷരം വന്നാലും അവിടെ വ്യക്തമാക്കി ഓതണം. ഇതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. ഈ നിയമങ്ങൾ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ താഴെയുള്ള ഉദാഹരണങ്ങളിൽ സാക്കിനായ മീമിന്റെ വിധികൾ അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ഉദാഹരണം ഇൻ കുൻതും മൂഖിനൂൻ. അത് ഇഖ്ഫാ ആണോ, ഇൽഹാർ ആണോ, ഇദ്ഗാമാണോ? ഇദ്ഗാമാണ്. കാരണം സാക്കിനായ മീം അതിനുശേഷം മീമാണ് വന്നിട്ടുള്ളത്. ഇൻ കുൻതും മൂഖിനൂൻ. അപ്പോൾ അവിടെ ഇദ്ഗാമാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചു ഓതുകയാണ് വേണ്ടത്. ഇൻ കുൻതും മൂഖിനൂൻ. അടുത്തത് ലഇല്ലം തൻതഹി. സാക്കിനായ മീമിന് ശേഷം താ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൽഹാറാണ് ചെയ്യേണ്ടത്. ഇൽഹാർ എന്നുള്ള ഭാഗത്ത് നമ്മൾ ശരി ഉത്തരം കൊടുക്കണം. ഇനി അടുത്തത് മൂന്നാമത്തത് മിൻ അർളികും ബിസിഹ്രി.
സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്. ഇഖ്ഫായിന് നേരെ നമ്മൾ ശരി അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. ഈ രൂപത്തിൽ സാക്കിനായ മീമിന്റെ നിയമങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. ഇനി അടുത്ത ചോദ്യം, അക്ഷരങ്ങൾ എഴുതാം. താഴെയുള്ള ഉദാഹരണങ്ങളിൽ നിന്ന് ഹുറൂഫുൽ കൽക്കലത്തിന്റെയും ഹുറൂഫുൽ ഇസ്തിഅലാഇന്റെയും അക്ഷരങ്ങൾ ബോക്സിലേക്ക് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ഉദാഹരണം, മിൻ അഖ്സൽ മദീന. അതിൽ ഹുറൂഫുൽ കൽക്കലത്ത് ഏതെല്ലാമാണ് എന്ന് നമ്മൾ എഴുതണം. എന്തായിരുന്നു കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ? ഖാഫ്, താ, ബാ, ജീം, ദാല്. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഖുതുബ് ജദ് എന്ന് പഠിച്ചാൽ മതി എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് സുക്കൂനായി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ അക്ഷരങ്ങൾ വ്യക്തമായി നമ്മൾ ഉച്ചരിക്കണം. അങ്ങനത്തെ അക്ഷരങ്ങൾക്കാണ് കൽക്കലത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഉദാഹരണത്തിൽ ഖാഫും ദാലുമാണ് കൽക്കലത്തിന്റെ ഹർഫുകളായി വന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തത് മിനൽ മുഹ്ളരീൻ. അതിൽ നിന്ന് ഇസ്തിഅലാഇന്റെ ഹർഫുകൾ ഏതെല്ലാമാണ് എന്ന് എഴുതണം. നമ്മൾ തദ്രീബു തിലാവയുടെ അവസാനത്തെ പാഠം ഹുറൂഫുൽ ഇസ്തിഅലാ എന്നുള്ള പാഠമായിരുന്നു. ഏതൊക്കെയായിരുന്നു ഇസ്തിഅലാഇന്റെ ഹർഫുകൾ? ഖാ, സാദ്, ളാദ്, ഗൈന്, താ, ഖാഫ്, ലാ. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഖുസ്സലത്തിൻ ഖിൽ എന്ന് പഠിച്ചാൽ മതി. എന്തായിരുന്നു ഇസ്തിഅലാ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവ് അണ്ണാക്കിലേക്ക് ഉയരുകയും നമ്മുടെ വായ നിറഞ്ഞ ശബ്ദത്തിൽ ഉച്ചരിക്കുന്ന പറയുന്ന അക്ഷരങ്ങൾക്കാണ് ഇസ്തിഅലാഇന്റെ ഹർഫുകൾ എന്ന് പറയുന്നത്. ഇവിടെ മിനൽ മുഹ്ളരീൻ എന്നുള്ള ഉദാഹരണത്തിൽ ഏതാണ് ഇസ്തിഅലാഇന്റെ ഹർഫ്? ളാദാണ് ഇസ്തിഅലാഇന്റെ ഹർഫ്. ഇങ്ങനെ ഈ ഉദാഹരണത്തിൽ നിന്ന് ഇസ്തിഅലാഇന്റെ ഹർഫ് മാറ്റി എഴുതുകയാണ് വേണ്ടത്. ഇനി അവസാനത്തെ ചോദ്യം, വേർതിരിക്കാം. ബ്രാക്കറ്റിൽ ബാ, ഖാ, ജീം, ഗൈന്, ദാല് എന്നീ ഹർഫുകളുണ്ട്. അതിൽ നിന്ന് ഹുറൂഫുൽ ഇസ്തിഅലാഉം ഹുറൂഫുൽ കൽക്കലത്തും നമ്മൾ വേർതിരിക്കണം. ഹുറൂഫുൽ ഇസ്തിഅലാ അതെല്ലാമാണ്? ഖാ, ഗൈന്. ഇനി ഹുറൂഫുൽ കൽക്കലത്ത് ഏതെല്ലാമാണ്? ബാഉം ജീമും ദാലും. ഇതാണ് തദ്രീബു തിലാവയുടെ ഖുർആനിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പഠിക്കുക. അള്ളാഹു നല്ല വിജയം നൽകട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.